വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളോട് മദ്യപിച്ച് അഭിഭാഷകർ മോശമായി പെരുമാറി എന്നുള്ള പരാതി ഉയർത്തുന്നുണ്ട്. ഇവിടെ അവർക്ക് പരിക്കേറ്റ കാര്യം പറയുന്നുണ്ട്. അവർ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ നേർക്ക് കല്ലും കുപ്പിയും എറിയുന്ന ദൃശ്യങ്ങളാണ്. ഒരാളുടെ കഴുത്തിൽ കുപ്പി പൊട്ടിച്ച് വെച്ച് ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള പരാതികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും തെളിവില്ലാതെ പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് മുന്നിലുള്ള തെളിവ് ഇതാണ്. ആ ക്യാമ്പസിലേക്ക് നിങ്ങൾ കല്ലും കുപ്പിയും എറിയുന്നതിന്റെ തെളിവുണ്ട്. അത് ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സംഭവങ്ങളാണ്. അസോസിയേഷനിലേക്ക് ഇന്നലെ നടന്നതുപോലെ തന്നെ അവർ വിദ്യാർത്ഥികൾ കല്ലും മറ്റ് ബിയർ ബോട്ടിലുകളും എടുത്തെറിയുന്നു. ഇത് കണ്ടു നിന്ന് ഒരു പറ്റം യുവ അഭിഭാഷകർ അവിടെ ഓടിച്ചെല്ലുന്നു. അതിനുശേഷം മഹാരാജാസിൻ്റെ പ്രിൻസിപ്പൾ തന്നെ വന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു സംഭവം നമ്മൾ പോയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഏതായാലും ആ തെളിവെടുത്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അഭിഭാഷകർ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചില്ല? ഒരു സിംഗിൾ ദൃശ്യം പോലും വെളിയിൽ വന്നിട്ടില്ല. അതുകൊണ്ടായി ചോദിക്കുന്നത്. അല്ല അത് ഉണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുടെ ഫോണും കാര്യങ്ങളിലുണ്ട്. അതിനുശേഷം ഇവർ നമ്മുടെ അടുത്ത് വളരെ പ്രകോപനപരമായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു 4-4:30 സമയം വരെയൊക്കെ എല്ലാ അഭിഭാഷകരും ബാർ അസോസിയേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് അവിടെയുണ്ട്. ശരി ഹസ്നമോൾ, വളരെയധികം നന്ദി ഏതായാലും സംസാരിക്കാൻ എത്തിയതിന്. പക്ഷേ ആ പറയുന്നത് ന്യായമല്ല. ഞങ്ങളുടെ കൂട്ടത്തിലും മഹാരാജാസിലൊക്കെ പഠിച്ച യുവാക്കൾ ഉണ്ടല്ലോ എന്നുള്ള ന്യായം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. ഇന്ന് വന്ന തെളിവുകളും അഭിഭാഷകർക്ക് എതിരെ എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.